ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു സൺഡേ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് രാവിലെ 8 മണി തൊട്ട് ഒരു 12 മണി വരെ ഞാൻ എന്തൊക്കെ എൻ്റെ വീട്ടിൽ ചെയ്യും എന്നുള്ളത്. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റ്. 8 മണി ആയിരുന്നു എഴുന്നേറ്റ് വന്നപ്പോൾ. സാധാരണ സൺഡേസിലൊക്കെ സേവിന് വർക്കുള്ളതാണ്, പിന്നില്ല. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് രണ്ടുപേരും എഴുന്നേറ്റത്. നാട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ ഞാൻ ഒന്നും കഴിയാനൊന്നും നിന്നില്ല, അങ്ങനെ തന്നെ കിടന്നുറങ്ങി. രാവിലെ എന്നിട്ടിപ്പോൾ അച്ഛൻ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ചായക്കുള്ള പരിപാടി നോക്കാം. സാധാരണ ലേറ്റായിട്ട് എഴുന്നേക്കാൻ നേരത്ത് അച്ഛൻ ചായ ഇട്ട് തരാറുള്ളതാണ്. പക്ഷെ ഇന്ന് സൺഡേ കൊണ്ട് അച്ഛനും കിടന്നുറങ്ങി. ഇവിടെ ഇപ്പോൾ തണുപ്പ് അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട്. ഈ കാണുന്ന വെയിലിന് അത്രയ്ക്ക് ചൂടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പ് പുറത്തുമുണ്ട്. ഈ സമയത്തൊക്കെ നാട്ടിൽ പോകാൻ പറയുമ്പോൾ ഞാൻ ഒന്ന് മടിച്ച് നിൽക്കും. കാരണം ഇവിടുത്തെ നല്ല തണുപ്പും കൊണ്ടിട്ട് നാട്ടിൽ പോയി നല്ല വെയിലും കൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഒരു വിധാവും. കാരണം ഇവിടെ അത്രയ്ക്ക് തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞ് കൂടുതൽ പോകണില്ല, നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചായയും കുടിച്ച് തുടങ്ങാം. അപ്പൂനുള്ള ചായയും അച്ഛനുള്ള ചായയും കൂടെ ഞാൻ കൊണ്ടേ കൊടുത്തു. അപ്പോൾ അച്ഛനെന്തോ ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് കയ്യിൽ കൊടുത്ത് ഞാനും എൻ്റെ ചായയായിട്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കും. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, അച്ഛനാണെങ്കിൽ ചായ ഇട്ട് തരാറ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നാട്ടിലെ വിശേഷമൊക്കെ പറയും. ഉച്ചയ്ക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ അത് ബാക്കി വന്നുകൊണ്ട് ഇന്ന് രാവിലെ ദോശ ആക്കിയത്. സാധാരണ ഞായറാഴ്ചകളിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വെക്കുകയാണ് പതിവ്. ഇത് ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ദോശ വെക്കാമെന്ന് കരുതിയേ. അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർക്കും അതൊക്കെ മതിയെന്ന് പറഞ്ഞു. ദോശക്കുള്ള മാവ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് സേതു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാനൊരു നെയ് റോസ്റ്റ് ഫാനാണ്. അപ്പോൾ എനിക്ക് നെയ്യിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചാൾ മുന്നേ ഞാൻ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദോശയിലേക്ക് ഡയറക്റ്റ് നെയ്യ് ഒഴിക്കാണ്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. 2 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടോ. സാധാരണ നമ്മൾ ഡയറക്റ്റായിട്ട് നെയ്യ് ഒഴിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി എന്താ പകുതി വെന്ത ദോശയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നേരെ ഒന്ന് തിരിച്ചിട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്, നല്ല മണമുണ്ട്. നല്ല നെയ്യുടെ മണം എപ്പോഴും എടുത്ത് തന്നെ നിൽക്കും. അങ്ങനെ നമുക്കെല്ലാം വന്നപ്പോൾ തന്നെ എവിടെന്നോ തപ്പിപ്പിടിച്ചൊരു പേന എടുത്തിട്ടുണ്ട്. അതാ ചോദിക്കണ ബുക്ക് വേണമെന്ന്, ഇല്ലെങ്കിൽ പൂപ്പിന്നേ ചോദിക്കുകയുള്ളൂ. ഇത് ആരുഷി. ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ താഴത്തെ അപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. എപ്പോഴും ഇവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചെടികളാട്ടോ ഇതൊക്കെ. കുറച്ചൊക്കെ കരിഞ്ഞു പോയി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെടിച്ചട്ടി വാങ്ങുന്നത്. അതുകൊണ്ട് ഒന്നിൽ മാത്രമേ ചെടിച്ചട്ടി ആക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാനിങ്ങനെ കയ്യിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണ പാട്ടിലൊക്കെ ആക്കിയാട്ടോ വെച്ചേക്കണേ. ഇത് കണ്ടില്ലേ, മാറ്റിയതാണ്, കരിഞ്ഞും പോയി. എനിക്കിങ്ങനെ ചെടികളൊക്കെ ആക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, വീട് മാറാൻ നേരത്ത് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് ഇത് തന്നെയായിരിക്കും. ഇൻഡോർ പ്ലാന്റൊക്കെ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 പുറത്തായുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്ത് അകത്ത് വയ്ക്കണം. തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ സൈഡിൽ തന്നെയാണ് ഗ്രൗണ്ട്. അതുകൊണ്ട് അച്ഛൻ വിളിക്കാനായിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അതെ, ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ നേരം. അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം മാറ്റി ഒരു പാവേനായിട്ട് അതിൻ്റെ അകത്തിരിക്കും. പിന്നെ കുറച്ച് നേരം അവളെയും കളിപ്പിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേനും അവളുടെ അമ്മ വന്ന് കൊണ്ടുപോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പാത്രമൊക്കെ കഴുകി വെച്ചു. ഈ വീട്ടിലോട്ട് മാറിയ പിന്നെ എൻ്റെ മുടിക്ക് കൊഴിയുന്നതിൽ കയ്യും കണക്കും ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ കുറേ മുടികളൊക്കെ പോകുന്നുണ്ട്. എന്തു പറയാനാ, വിഷമിച്ചിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ പോയിട്ട് അലോവേര എടുത്തു. എന്തെങ്കിലും ഒരു പാക്കായിട്ട് എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട്. ആരെന്തും മുടീനെപ്പറ്റി പറഞ്ഞാലും പണ്ട് എനിക്ക് കുറേ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയും. പക്ഷെ പണ്ട് എന്തുണ്ടായിട്ട് എന്ത് കാര്യം, ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. ഈ ഹെയർ മാസ്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് ഒരു സവാള എടുക്കാം. ഒരു സവാള എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്താലും 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ അലോവേര അതേപോലെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ലി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ, 2 കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ ഒന്ന് അടർത്തി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ നല്ല ഒരു കുഴപ്പമില്ല, നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല തലയിലെ അഴുക്കൊക്കെ ഇങ്ങോട്ട് പോകുന്ന പോലെയും നല്ല റിലാക്സ് ആവണ പോലെയും. ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം ഉറക്കം വരും. അതൊന്നാമത്തെ കാര്യം.
ഇനി നമുക്ക് പുറത്ത് പോയി നിന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കാം. ചിലപ്പോൾ ഈ പാക്ക് ഇടാൻ നേരത്ത് നമുക്കൊന്ന് കണ്ണെരിഞ്ഞൊന്നും വരും, കാരണം നമ്മൾ സവാള ആഡ് ചെയ്തിട്ടേക്കുന്നുണ്ട്. എൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് എരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും സാരാക്കാതെ ഞാനത് തേച്ച് കൊടുത്തു, കാരണം മുടിയുടെ കാര്യമാണല്ലോ, അതുകൊണ്ട്. ഇനി ഞാൻ അങ്ങോട്ടൊന്ന് ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ, കാരണം നേരത്തെയൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും സ്കാൽപ്പ് വേർത്ത് തന്നെ ഇരിക്കുന്നുള്ളായിരുന്നു, കാരണം രാവിലെയും വൈകിട്ടൊക്കെ പ്രാക്ടീസ് ആണല്ലോ. അപ്പോൾ 2 നേരം കുളിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു, തലയൊക്കെ നനച്ച്. ഇനിയിപ്പോൾ ഇത്തിരി ടേക്ക് കെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതേപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതൊരു 15 മിനിറ്റേക്കും നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് കഴുകാനും ഇട്ടു, പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടോ. സാധാരണ സൺഡേ ഒക്കെ ബിരിയാണി ഇല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണ്. ഇന്നിപ്പോൾ ഇനി ചിക്കൻ കറിയും ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിനുള്ളത് ആദ്യം ഇട്ടു. ഞാൻ ചോറ് വെക്കുന്നത് കുക്കറിലാട്ടോ, കാരണം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു നേരം ചോറ് കഴിക്കാറുള്ളൂ. മിക്കപ്പോഴും ഞങ്ങൾ ചപ്പാത്തി ഇല്ലെങ്കിൽ പൂരി അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ കഴിക്കുന്നതാണ് സുഖം എന്ന് തോന്നിയിട്ടുണ്ട്, കാരണം രാത്രി മൊത്തം റൈസും കഴിച്ച് വയറ് നിറച്ച് കിടക്കണേക്കാളും നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ലഞ്ച് ഇവിടെ റെഡിയായി. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. ബൈ.